എൻ്റെ അടുത്ത് 10,000 റുപ്യ ഉണ്ടാവും. ഇൻ്റെ അടുത്ത് കൊടുക്കുന്ന 10,000 5 പൈസ അല്ല. ഷഫീഖിന് ഒരു 10,000 റുപ്യ കൊടുക്കാണ്ട് ഒന്ന് വരും. ചങ്ങായിമാരെ നിങ്ങൾ തരാത്ത സ്ഥലമല്ല. എന്തിനാ? നിങ്ങളെ വല്യപ്പങ്ങളോട് വീട്ടിൽ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം പറ. അതൊന്നും അറിയില്ല. എന്നാലിപ്പോ എന്തിനേക്കാരോ? വല്യപ്പാന്റെ ഗുളികയും മരുന്നും കഴിഞ്ഞിട്ടുണ്ടാവും, അതിനേക്കാരോ. ഗുളികയും മരുന്നും കഴിഞ്ഞാണെങ്കിൽ വല്യപ്പ 4 ദിവസം മുമ്പ് പറയും. ഇത് വേറെ എന്തെങ്കിലും അർജന്റ് കാര്യത്തിന് പോന്നാ. എന്ത് വല്യപ്പ? അല്ല ആരപ്പത്? ഞങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കണ എഴുതിയിട്ട് ഓർഡർ ഷീറ്റാ വന്നിക്കണേ. ഓർഡർ ഷീറ്റ് ഡ്രൈവറാ. ട്രാഫിക്കിന്റെ വർത്താനം കേട്ടാ ഓർഡർ ഷീറ്റ് ആംബുലൻസ് ആയിട്ടാ വരിക. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ രണ്ടാളോടെ നിൽക്കി ഇടം പോയിക്കോട്ടെ. നിങ്ങളോടൊരു കാര്യം പറയാൻ വെച്ച് ഞങ്ങളോട് നദീന്റെ കാര്യം പറയലില്ലേ? എങ്ങനെയുണ്ട് അത് പറയാൻ ഇപ്പൊ വിളിച്ചു? കേട്ട് കേട്ട് മടുത്തു പോകും. എന്നാ അത് സത്യാണ്, നീതിയല്ല. ഞാൻ എന്റെ 40ാമത്തെ വയസ്സില് ഒളിപ്പിച്ചു വെച്ചതാ. അതെങ്ങനെ? 10-12 കൊല്ലം ഞാൻ വലിയൊരു മുതലാളിയുടെ വീട്ടിൽ പണിയെടുത്തിരുന്നു. ആട്ടും തുപ്പല്ലാണ്ട് വയറ്റിൻ്റെ ഒരു പച്ചവെള്ളം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അകത്ത് കയറി അവിടെ കൊണ്ട് തപ്പി നോക്കി. അപ്പം എനിക്കൊരു പിജ്ജാണ് എൻ്റെ കഞ്ചി കിട്ടിയത്. ഞാൻ അതും കൊണ്ടെടുത്ത് പുറത്തിറങ്ങി. അത് നോക്കുമ്പോൾ തിന്നാനുള്ള സാധനമല്ല, അത് നിറച്ച് സ്റ്റോളുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ഓലിൻ്റെ കണ്ടു തോന്നിച്ച് അതിന് ഞാൻ നേരെ ഓടിയിട്ട് നമ്മളെ ചെരിച്ചുമലയുടെ ചുവട്ടിലൊരു 50 ഏക്കർ എന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഞാനൊരു കുഴിയെടുത്ത് കുഴിച്ചിട്ട് പോകണം. അതിപ്പോ എവിടെയെന്ന് വെച്ചറിയണില്ല. അത് ഇതിലേക്കെല്ലാം ഒരു കാര്യത്തിൽ പെട്ടോട്ടെ, നിങ്ങളെ പോയി തെരഞ്ഞോളി. നിങ്ങൾ പറയത് എവിടെയാണെന്ന് അതറിയെങ്കിൽ ഞാൻ എന്നോ എടുക്കൂലേ. പകലും പോലും മനുഷ്യന്മാർ പോകാൻ പേടിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ചെരിച്ചുമലയുടെ ചോട്ട് പോയാലും ആരും ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വന്നെ പടച്ചോന്റെ കുതിർത്തോണ്ട. ഇതൊക്കെ ആ സ്ഥലത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരാള് നമ്മൾ അസിയാണ്. അസീനും കൂടി കുട്ടികളോട് നമ്മൾ പോകുമ്പോൾ അനക്ക് ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഉണ്ടോ? ഇച്ചതിനെ കുറിച്ച് ഇങ്ങോട്ട് അറിയില്ല. പക്ഷെ ആസിയാക്കുന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. മൂപ്പരെയും കൂട്ടാം. അപ്പം മൂപ്പർക്കും കൊടുക്കേണ്ട പോയി അല്ല. ആ സാധനം നമുക്ക് ആ കാട്ടിക്കളയാം, കൊടുക്കണം. സാധനം കിട്ടൂലേ? ഇവിടെ പോരാ. എടുക്ക്, പൈസ എടുക്ക്. പൈസ തന്നത് ഒരു ഉപകാരത്തേക്ക് തന്നെയാണ്. ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് വരും. 10 ദിവസത്തെ ഗ്യാപ്പ് അണക്കെന്താ പോലെ നിധിയും കിട്ടാണ്ടോ? കിട്ടാണ്ട് ഒരു നിധി കിട്ടാണ്ട്. ഇതാണ് ആ സ്ഥലം. ചെരിച്ചിമലന്റെ ചോട് വരെ 50 ഏക്കർ. അപ്പൊ ആ മലന്റെ ചോട് വരെ നടന്നു തരണോ? തെരയണം. സ്വർണ്ണാണ്, സ്വർണം. ഇങ്ങോട്ട് പോരി. അതാ അതാരാ? എവിടെ? അതാ. അത് വല്ല തേനെടുക്കണല്ലോ കരം. അത് ഷെഫീഖാണല്ലോ. ഷഫീഖേ, എന്താ തെരയണു? ഞങ്ങളൊരു നിധി തെരയാണ്, നിധി. സാഹചര്യം കൊണ്ട് പറയേണ്ടി വന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. വേറെ തെരഞ്ഞോളി. ഞാൻ ആദ്യം കിട്ടുന്നവർക്ക് കിട്ടും മുതല്. റഫീഖേ, അന്റെ ഒരു കണ്ണ് എപ്പോഴും ഓല നേർക്ക് വേണം. ഓല എവിടെയും നിൽക്കണ്ടോ നോക്കണ്ടു. അതിനെന്റെ ഒരു കണ്ണല്ല, എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ നോക്കും. എന്താണ്? എന്താ പ്രശ്നം? ഏയ് അതൊന്നുമില്ല, കാലൊന്ന് കൊണ്ടു ചാടിയതാ.
എന്തോ താടിയുണ്ട് കാലുമേ. എടാ ചെലപ്പോ നമ്മൾ തരുന്ന സ്വർണ്ണനിധിയാവും. ഒച്ച ഉണ്ടാക്കണ്ട, ഞാനൊന്ന് കജ്ജിട്ട് നോക്കട്ടെ. ഒരേ കാലി ആടിയെ കുച്ചിട്ട് വച്ചിടുന്നുണ്ട്. അതിന്റെ കരുന്നെത്തി. എന്താണ് എന്താണ്? അതൊന്നുമില്ലേ, ഓന്റെ ചെരുപ്പൊന്നും അതിൽ കുടുങ്ങിയതാണ്, വേറൊന്നുമല്ല. അതാ ചെരുപ്പ് രണ്ടും എന്റെ കാലുമുണ്ട്. അത് നിധി തന്നെയാണ്, നിധി. ഇത് ഞങ്ങൾക്കുള്ളതാണ്. ഇത് ഞങ്ങളാണ് ആദ്യം കണ്ടിക്കണേ. ഇജ്ജൊന്ന് പോടാ, അത് പല വല്ലിപ്പാക്ക അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് പള്ളിയിൽ പോയി പറയാട്ടോ. എല്ലാ സാധനം കൊണ്ട് ഓടണം. എങ്ങിട്ടാണോ പോണേ? ഞങ്ങളെ മുതലുണ്ട്. നിർത്തടാ, നമ്മൾ തമ്മിൽ തട്ടി ചത്തിട്ട് കാര്യടാ. അത് ന്യായം. എന്നാലേ കണ്ടത് ഞങ്ങളാണ്. 3% ഞങ്ങൾക്കും 1% നിങ്ങൾക്കും. അതെങ്ങനെ നടക്കണു? ഇത് ഞങ്ങളെ വല്ലിപ്പാന്റെ മുതലാ. 3% ഞങ്ങൾക്കും 1/4% നിങ്ങൾക്കും തരാം. ഇന്നാ വേണ്ട, പകുതി പകുതി. എന്നാ ഞങ്ങൾക്കൊന്ന് ആലോചിച്ചണത്. ഹലോ, ആ പറ. ചെറുക്കന്മാരാണ് വരുന്നുണ്ട്. ഞാൻ കോൾ റോട്ടുമുണ്ടാവും. പിന്നെ ഞമ്മക്കൊല്ലം തട്ടിയാലോ? അതെങ്ങനെ? നിങ്ങൾ രണ്ടാളും ഭക്ഷണത്തിന് പോയി. ഞാൻ സമതിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഓരോരു പൊടി വരും, അത് നിങ്ങളതിൽ കലക്കിയിട്ട് കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞ മാതിരി നമുക്ക് പൗതിയും പൗതിയാക്കാം. ഏതായാലും നമുക്ക് എല്ലാവർക്കും പൈസനുണ്ട്. ഇവര് രണ്ടാളും പോയി ഭക്ഷണം കൊണ്ടിട്ടെ, എന്നിട്ട് നമുക്ക് ഓരിയാക്കാം. സൂക്ഷിക്കണം, വളരെ വീര്യം കൂടിയ സാധനമാണ്. ഇല്ല, 5 മിനിറ്റ് കൊണ്ട് തീരുമാനം. ഒന്ന് പതുക്കെ തിന്നടാ, ചങ്ക് കെട്ടി ചാവുജ്. നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? അവർക്ക് വെള്ളം വേണം. എന്താ ചതിച്ചല്ലോടാ. കടക്കട